പ്രത്യേകിച്ച് എന്തായാലും ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നിങ്ങൾ തിയറി പോർഷൻസിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ന്യൂമറിക്കൽസിന് കൊടുക്കണം. തിയറി പോർഷൻസും ചോദിക്കും. അപ്പൊ നിങ്ങൾ നീറ്റായിട്ട് ആ ബേസ് ഒക്കെ മനസ്സിലാക്കി വെച്ചു. എന്താണ് സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട്, എന്താണ് പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട്, അതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇതിന്റെ ന്യൂമറിക്കൽസ് എങ്ങനെ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ന്യൂമറിക്കൽസ് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ക്വസ്റ്റ്യനെ ചോദിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പല രീതിയിൽ ചേഞ്ചസ് വരുത്തിയിട്ട് അത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, സോ നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുകയാണ് വേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടോ? അനുരാഗ്, ഈ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് അവർ തന്നെ നിങ്ങൾ ഇങ്ങനെ സൈലന്റ് ആയിരിക്കണം. ഇല്ല അല്ലേ? ആരും ചെയ്തിട്ടില്ലേ? ഗോകുൽ ട്രൈ ചെയ്ത് കിട്ടിയിട്ടില്ല. ട്രൈ ചെയ്തിട്ട് അതെല്ലേ? ഓക്കെ, എനിബഡി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് എ പാർട്ടോ ബി പാർട്ടോ ഏതെങ്കിലും ഒരു പോർഷൻ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ട്രൈ ചെയ്തിനല്ലോ. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? An iron ring having a cross-sectional area of 400 mm square and mean circumference of 500 mm carries a coil of 250 turns wound uniformly around it. Calculate reluctance of the ring, and second one, current required to produce a flux of 1000 microweber in the ring. Okay, and let mu r, relative permeability of ring, is 400. Okay, അപ്പോൾ ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിലക്റ്റൻസ് ഓഫ് ദ റിംഗ് ആൻഡ് ഓൾസോ ഫൈൻഡ് ദ കറന്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഫ്ലക്സ് ഓഫ് 1000 മൈക്രോവെബർ. ഓക്കെ, സോ ആദ്യം എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ 2 ടൈംസ് എങ്കിലും വായിക്കാം ന്യൂമറിക്കൽസ്. ഓക്കെ, രണ്ടാമത്തെ വായിക്കലിൽ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് വരും. ഒറ്റൊരു വായിക്കലിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്ലിയർ ആവില്ല. ഓക്കെ, ഇപ്പൊ ന്യൂമറിക്കൽ മിനിമം 2 ടൈംസ് എങ്കിലും ആ ക്വസ്റ്റ്യൻ വായിച്ചു വെക്കുക. എന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിലുള്ള ഓൾറെഡി തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നിങ്ങൾ എടുത്ത് എഴുതുക. ഓക്കെ, അയൺ ഹാവിങ് എ ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? എ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, എ ഇസ് ഈക്വൽ ടു വാട്ട്? ദാറ്റ് ഇസ് ഈക്വൽ ടു 400 mm സ്ക്വയർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ എന്താണ്? മീൻ സർക്കംഫറൻസ് ഓഫ് 500 mm. സോ എൽ ഇസ് ഈക്വൽ ടു വാട്ട്? 500 mm. Carries a coil of 250 turns. So n is equal to what? That is 250. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂസ് തന്നു. ദെൻ സെക്കൻഡ് ശ്രദ്ധിക്കേണ്ടത് ഈ തന്നിരിക്കുന്ന യൂണിറ്റ് ഏതിലാണെന്ന് നോക്കുക. ആൻഡ് വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു സ്റ്റാൻഡേർഡ് ഫോം. SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ നോർമലി ഏരിയ പറയുന്നത് മീറ്റർ സ്ക്വയറിലാണ്, ലെങ്ത് പറയുന്നത് മീറ്ററിലാണ്. ഓക്കെ, സോ എന്ത് ചെയ്യണം? ഇത് കറസ്പോണ്ടിങ് ആ വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ ഹിയർ 400 ഇൻറ്റു എത്ര വരും? mm സ്ക്വയർ ആണ്. ഓക്കെ, എംഎമ്മിനെ നമ്മൾ മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? മില്ലിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ വേണ്ടത്? 10⁻³ അറിയില്ലേ? യെസ്, ഓക്കെ, 10⁻³ പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? മില്ലിമീറ്റർ സ്ക്വയർ ആണ്, ഏരിയ ആണ്. സോ സ്ക്വയർ വരുന്നുണ്ട്. സോ വി ഷുഡ് മൾട്ടിപ്ലൈ 10⁻³ ഇൻറ്റു 10⁻³. സോ 10⁻³ ഹോൾ സ്ക്വയർ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 400 ഇൻറ്റു 10⁻⁶. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. ദെൻ ലെങ്ത്തിന് എന്ത് ചെയ്യണം? 500 ഇൻറ്റു 10⁻³ മീറ്റർ. ദിസ് മച്ച് മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ദെൻ ഫസ്റ്റ് നോക്കുക. ഫസ്റ്റ് എന്താണ്? എ പാർട്ട് എന്താണ് കാണേണ്ടത്? റിലക്റ്റൻസ് ഓഫ് ദ റിംഗ് ആണ്.
Okay, reluctance in the equation എന്താണ്? S is equal to what? Reluctance in the equation എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഡെഫിനിഷൻസ് അതിന്റെ ഇക്വേഷൻസ് ഒക്കെ അന്ന് തന്നെ പഠിക്കണം. റെസിസ്റ്റൻസിന്റെ എന്തായിരുന്നു? L by sigma A. ഓക്കെ, അത് കമ്പയർ ചെയ്ത് റിലക്റ്റൻസിന് എഴുതുകയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് L by mu into A. Okay, that is equal to L by mu 0 into mu r, because mu is equal to mu 0 into mu r into A. Okay, where L is the mean circumference and A is the area of cross section. Okay, clear ആവുന്നില്ലേ? Okay, so S is equal to L by mu 0 mu r into A. That is equal to L ന്റെ വാല്യൂ എത്രയാണ്? നമ്മൾ ഓൾറെഡി എഴുതി 500 mm ആണ്. Okay, that is 500 into 10 raised to minus 3. That is divided by, what is the value of mu 0? It's a constant value. അല്ലേ? Absolute permeability mu 0 has a constant value that is equal to 4 pi into 10 raised to minus 7. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ കോൺസ്റ്റന്റ് വാല്യൂ ആണ്, അത് ഓർത്ത് വെക്കുക, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. mu 0 is equal to 4 pi into 10 raised to minus 7. Okay, so 4 pi into 10 raised to minus 7 into what is mu r? Mu r already given ആണ് question. Okay, let mu r of the ring is to 400. So 400 into area of cross section, that is 400 into 10 raised to minus 6. Okay, so ആ വാല്യൂ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, എല്ലാ വാല്യൂസും നോൺ ആണ്. സോ എസ് ഇസ് ഈക്വൽ ടു ഒരു പെർട്ടിക്കുലർ വാല്യൂ കിട്ടും. ഇതൊന്ന് ചെയ്ത് നോക്കിയേ, എസിന്റെ വാല്യൂ ഒന്ന് വേഗം ചെയ്ത് നോക്കിയേ. ആ ഇക്വേഷൻ വെച്ച് എസിന്റെ വാല്യൂ ഒന്ന് ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്ന PPT നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അതിൽ ഈ ക്വസ്റ്റ്യൻ കൂടി ഇൻക്ലൂഡഡ് ആയിരിക്കുമല്ലോ. ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? വർഷനാഥ് ഓഡിബിൾ ആണോ? വർഷനാഥ്. ഗോപിക. ശ്രീരജ്. യെസ് മാം. റിലക്റ്റൻസിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടോ? യെസ് മാം, കിട്ടി. ഓക്കെ, ഞാൻ ഷെയർ ചെയ്ത PPT ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ മാം, നോക്കീന്. ഓക്കെ ഓക്കെ ഓക്കെ, സോ റിലക്റ്റൻസിന്റെ വാല്യൂ കിട്ടി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, എല്ലാ വാല്യൂസും ഗിവൺ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ കറന്റ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ ഫ്ലക്സ് ഓഫ് 1000 മൈക്രോവേബർ. ഓക്കെ, 1000 മൈക്രോവേബർ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട റിക്വയർഡ് കറന്റ് വാല്യൂ. ഓക്കെ, അതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ എവിടെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ഓക്കെ, ഒരേ ഇപ്പൊ MMF-ന് തന്നെ 2-3 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ തന്ന വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഹിയർ നമുക്ക് കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് MMF-ന്റെ ഇക്വേഷൻ അറിയാം. MMF is equal to what? നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആവുന്നില്ലേ? ഓക്കെ, അത് എന്താ പറയാന്? ഓക്കെ, സ്ക്രീൻ കട്ടാവുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണേ.
1 second. ഓക്കെ, ഇപ്പൊ വിസിബിൾ ആണോ? Okay. So S is equal to L by mu 0 mu r into A. Equationally direct substitute ചെയ്യാം, ആൻസർ കിട്ടും. Then next എന്താണ്? We have to find the current required to produce a flux value of 1000 microweber. Okay, so അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് നോക്കാം. MMF-ന് നമുക്ക് 2 ഇക്വേഷൻസ് അറിയാം. എന്തൊക്കെയാണ്? One is flux. Okay, flux phi into reluctance S. Okay, that is V is equal to I into our formula. Okay, flux phi into S, and second one is equal to N into I, number of turns into current. Okay, so നമുക്ക് ഈ 2 equations നമുക്ക് equate ചെയ്തിട്ട് value കണ്ടുപിടിക്കാം. Okay, that is Ni is equal to flux phi into S. Okay, രണ്ടും MMF-ന്റെ equations ആണ്. Okay, and number of turns 250 is given. So 250 into I is equal to, then what is the value of flux? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കറണ്ട് വാല്യൂ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 1000 മൈക്രോവേബർ ഫ്ലക്സ്. ഓക്കെ, സോ ദാറ്റ് ഈസ് 1000 into 10 raised to minus 6 into what is the value of reluctance? Reluctance നമുക്ക് ഇപ്പം ജസ്റ്റ് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, 2486795, ദാറ്റ് മച്ച് ആംബിയർ ടേൺസ് പെർ വെബർ. ഓക്കെ, ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഇനി അതിൽ നിന്ന് കറണ്ട് വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. നോക്കിയേ, ഈ ഒരു ഇക്വേഷൻ നോക്കിയേ, 250 into I is equal to 1000 into 10 raised to minus 6 into 2486795. ഓക്കെ, അതിൽ അൺനോൺ ആയിട്ടുള്ള വാല്യൂ I മാത്രമാണ്, ബാക്കിയൊക്കെ നോൺ വാല്യൂസ് ആണ്. സോ I is equal to what? 1000 into 10 raised to minus 6 into 2486795 divided by 250. Okay, അതാണ് വാല്യൂ ഓഫ് കറണ്ട് I, ദാറ്റ് മച്ച് വാല്യൂ. ആൻസർ ഒന്ന് ചെയ്ത് നോക്കിയേ. I is equal to ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ we will get I is equal to 9.94 ആംപിയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റിലക്റ്റൻസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കറണ്ട് ഐയുടെ ആയി കുറച്ചൊരു കൺഫ്യൂസിങ് വരുള്ളൂ. ബട്ട് നമുക്ക് അറിയുന്ന 2 ഇക്വേഷൻസ് ഉണ്ട് MMF-ന്റെ. ആ 2 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും ഗിവൺ ആണ്. I മാത്രമേ അൺനോൺ ഉള്ളൂ. സോ I നമുക്ക് ഡയറക്ട്ലി എളുപ്പത്തിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ദെൻ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ കേസിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് യു ഷുഡ് ഡ്രോ ദാറ്റ് സർക്യൂട്ട്. ഓക്കെ, ആ മാഗ്നറ്റിക് സർക്യൂട്ട് നിങ്ങൾ വരക്കണം. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് വെച്ചിട്ട് മാഗ്നറ്റിക് സർക്യൂട്ട് വരക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു സ്പെസിഫിക് മാർക്ക് ഉണ്ടാവും. ഓക്കെ, ന്യൂമറിക്കൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ സർക്യൂട്ട് ഡ്രോ ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ട് അതിന് മാർക്ക് ഉണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് എങ്ങനെ വരക്കാം? ഇവിടെ ഒരു ജസ്റ്റ് ഒരു റിംഗിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. സീരീസ് ആയിട്ട് വേറെ 2 സെക്ഷൻസ് ഒന്നുമില്ല. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു റിംഗ് വരയ്ക്കുക. ദെൻ ഇതുപോലെ കോപ്പർ വൈൻഡിങ്സ് വരയ്ക്കുക. ഓക്കെ, ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നു I, ആൻഡ് ആ ഒരു കറണ്ട് ഫ്ലോ കൊണ്ട് ഇവിടെ ഒരു ഫ്ലക്സ് ഫൈ ബിൽഡപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഫ്ലക്സ് ഫൈ. ഇത് നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ബേസിക് സർക്യൂട്ട് ആണ്. ഓക്കെ, ഒരു റിംഗ് വരയ്ക്കുക, ആൻഡ് കോപ്പർ വൈൻഡിങ്സ് വരയ്ക്കുക, കറണ്ട് I മാർക്ക് ചെയ്യുക, ഫ്ലക്സ് ഫൈ മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഇതിന്റെ വാല്യൂസ് കൊടുക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ടേൺസ് 250 ആണ്. സോ N is equal to 250 കൊടുക്കുക. ഫ്ലക്സ് ഫൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 മൈക്രോ വെബർ ആണ്. ഓക്കെ, മീൻ സർക്കംഫറൻസ് L തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 500 mm ആണ്.
ഓക്കെ. ആൻഡ് ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അത് നിങ്ങൾ ഈ രീതിയിൽ കാണിക്കുക. ഇതുപോലെ ഒരു സർക്കുലർ കാണിച്ചിട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്? A is equal to 400 mm square. That is also given. ഓക്കെ. നിങ്ങൾ എപ്പോഴും മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ കേസിൽ ന്യൂമറിക്കൽസ് ചോദിക്കുകയാണെങ്കിൽ യു ഷുഡ് ഓക്കെ. ഇനി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസും വേണമെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഓക്കെ. സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ റിലക്റ്റൻസ് എസ് ഇസ് ഈക്വൽ ടു ദിസ് മച്ച് വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കാണിച്ചു കൊടുക്കാം. ബട്ട് എന്തായാലും ഈ ഒരു സർക്യൂട്ട് വരച്ച് നോക്കുക. ഓക്കെ. ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് വരച്ച് നോക്കുക. ദെൻ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. സർക്യൂട്ട് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഗിവൺ പാരാമീറ്റേഴ്സ്, ഏതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ. ഈ ഒരു സർക്യൂട്ട് മസ്റ്റ് ആയിട്ട് വരയ്ക്കുക. ഇതിന് സ്പെസിഫിക് മാർക്ക് ഉണ്ടാവും. ഓക്കെ. സോ അപ്പോൾ ഇത് ക്ലിയർ ആണ് അല്ലേ? നമുക്ക് വേറൊരു ന്യൂമറിക്കൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ബിഫോർ ദാറ്റ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എയർ ഗ്യാപ്പ്. ഓക്കെ. മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ കേസിൽ വി ഹാവ് ടു കൺസിഡർ ദിസ് സെക്ഷൻ, ദാറ്റ് ഈസ് എയർ ഗ്യാപ്പ്. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ മാഗ്നറ്റിക് സർക്യൂട്ട്സ് ഒക്കെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരുന്നത് ജനറേറ്റേഴ്സിലൊക്കെയാണ്, ട്രാൻസ്ഫോമേഴ്സ് ജനറേറ്റേഴ്സിലൊക്കെയാണ്, മോട്ടോഴ്സിലൊക്കെയാണ്. ഓക്കെ. അപ്പോൾ ജനറേറ്റേഴ്സ്, മോട്ടോഴ്സ് അങ്ങനെയുള്ള കേസസിലൊക്കെ ഈ മാഗ്നറ്റിക് സർക്യൂട്ട്സ് എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കില്ല. ഓക്കെ. അവിടെയൊക്കെ എന്താണ് റൊട്ടേറ്റിംഗ് പാർട്സ് ആണ്. ഓക്കെ. അതൊക്കെ അവിടെ ഒരു സ്റ്റേഷനറി പാർട്ട് ആൻഡ് റൊട്ടേറ്റിംഗ് പാർട്ട് ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ ദാറ്റ് ദർ ഷുഡ് ബി എ എയർ ഗ്യാപ്പ്. ഓക്കെ. അപ്പം ഈ മാഗ്നറ്റിക് സർക്യൂട്ട്സ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് മോട്ടോഴ്സ്, ജനറേറ്റേഴ്സ് അവിടെയൊക്കെയാണ്. അപ്പം അതിന്റെ കേസിൽ ആ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് എന്താണ് ദർ ഷുഡ് ബി എ എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സ്റ്റാറ്റർ ആൻഡ് ദ റോട്ടർ. ഓക്കെ. അവിടെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവും. മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് കൺസിഡർ ദ എയർ ഗ്യാപ്പ് ഓൾസോ. ഓക്കെ. എയർ ഗ്യാപ്പ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് അതിനെ പ്രാക്ടിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് എയർ ഗ്യാപ്പിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇവിടെ ഒന്നുമില്ല, എന്താണ് നമ്മൾ ഇത്രയേരം ഡിസ്കസ് ചെയ്ത ക്ലോസ്ഡ് റിങ്ങിന് എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കില്ല, അതിനൊരു സ്മോൾ ഡിസ്റ്റൻസിൽ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ. അപ്പം നമ്മൾ ആ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് കാണാൻ പറ്റും. അതെന്താണ് ക്ലോസ്ഡ് റിംഗ് അല്ല, റിങ്ങിന്റെ ഒരു സ്മോൾ പോർഷൻസ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ് വരുന്നത്, ഇൻ ബിറ്റ്വീൻ ദാറ്റ് പോർഷൻ എന്താണ് എയർ ആയിരിക്കും ഫില്ല് ചെയ്യുന്നത് അല്ലേ? സോ അതാണ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഹിയർ എന്താണ് കറന്റ് flowing through the conductor is I and number of turns is capital N, and here we can consider there are two paths or two sections. ഓക്കെ. ഇവിടെ ടു സെക്ഷൻസ് വരും. വൈ? ബിക്കോസ് ഇവിടെ ടു മീഡിയംസ് വരുന്നുണ്ട് അല്ലേ? ഈ ഒരു ക്ലോസ്ഡ് റിംഗ്, ഈ ഒരു റിങ്ങിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ് ടു ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ് എന്താണ് ഫ്ലക്സ് ഈസ് പാസിംഗ് ത്രൂ ദാറ്റ് കോർ. ഓക്കെ. അയൺ കോർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റൽ ആണെങ്കിൽ ആ ഒരു മെറ്റൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ. ബട്ട് ബിറ്റ്വീൻ ദീസ് ടു സെക്ഷൻസ് ദ ഫ്ലക്സ് ഇസ് ഫ്ലോയിങ് ഓർ ഫ്ലക്സ് ഇസ് ബിൽഡപ്പ് ഇൻ എയർ കോർ. എയർ കോർ ഓർ എയർ പറഞ്ഞാൽ മതി. ഓക്കെ. ആ ഒരു ഏരിയയിൽ എന്താണ് ആ കോർ മെറ്റീരിയൽ ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് കോർ മെറ്റീരിയൽ അവിടെ എയർ ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് മീഡിയം ഡിഫറെന്റ് ആയി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ടു സെക്ഷൻസ് കൺസിഡർ ചെയ്യാം. നമ്മുടെ സീരീസ് കണക്റ്റഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ പാത്ത് 1 പാത്ത് 2 എങ്ങനെയായിരുന്നു ഡിഫറെന്റ് ആവുന്നത്? ഒരു സിംഗിൾ കോറിൽ തന്നെ ഡിഫറെന്റ് ഫിസിക്കൽ ഡയമെൻഷൻസ് ഉള്ള ഡിഫറെന്റ് പെർമബിലിറ്റീസ് ഉള്ള ഏരിയാസ് വരികയാണെങ്കിൽ അതിനാണ് സീരീസ് കണക്റ്റഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ എത്ര ഏരിയ വരും അത്രയും സെക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അത്രയും പാത്ത് ഉണ്ടാവും. ഓക്കെ. ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു സിംഗിൾ കോർ ഉണ്ട്, ബട്ട് അതെന്താ ഒരു സ്മോൾ സെക്ഷനിൽ അത് കട്ട് ചെയ്തിട്ടാണുള്ളത്. അവിടെ എന്താണ് എയർ ആണുള്ളത്. സോ ദർ ആർ ടു പാത്ത്, ഒന്ന് ഈ ത്രൂ ദിസ് റിംഗ് മെറ്റീരിയൽ ആൻഡ് അനദർ എന്താണ് ത്രൂ ദിസ് എയർ. ഓക്കെ. സോ നമുക്ക് ഇതിന്റെ പാരാമീറ്റേഴ്സ് എടുക്കുമ്പോൾ L1 that is length of path 1. Okay. A1 that is cross sectional area of path 1 and mu r1 that is relative permeability of path 1. Okay. അത്രയും സെക്ഷൻസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് എയർ ഗ്യാപ്പിലുള്ള പാരാമീറ്റേഴ്സ് ആണ്. That is Lg is representing length of air gap. Okay. This is Lg. That is representing length of air gap. Okay. And then Ag that is cross sectional area of air gap.
AG means cross-sectional area of this air gap. Okay, and for air gap, the relative permeability mu r is equal to 1. Okay, air gap in a case, relative permeability, its value is 1. Always it is equal to 1. എയർ ഗ്യാപ്പിന്റെ സർട്ടിഫിക്കറ്റ്സ് എന്താണ്, പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഒന്നുമില്ല, നമ്മുടെ സീരീസ് കണക്റ്റഡ് മാഗ്നറ്റിക് സർക്യൂട്ട്സിന്റെ അതേ കോൺസെപ്റ്റ് ചിന്തിക്കുക. അതിൽ 2 സെക്ഷൻസിന് പകരം ഇവിടെ ഒരു സെക്ഷൻ എന്തായിരിക്കും, ആ റിംഗ് കോർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ നെക്സ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ത്രൂ എയർ ആണ്. Okay, so L1 length of path 1, A1 cross sectional area of path 1, mu r1 relative permeability of path 1. That is through this ring. Okay, and next we have to consider the parameters in air gap. That is LG is the length of air gap and AG is the cross sectional area of air gap and mu r is equal to always 1. Okay, ഈ ടേംസ് ഒന്ന് ഓർത്ത് വെക്കുക. Okay, then ആ ഒരു ഏരിയയിൽ തന്നെ വരുന്ന വേറൊരു കോൺസെപ്റ്റ് ആണ് ലീക്കേജ് ഫ്ലക്സ് ആൻഡ് ഫ്രിഞ്ചിങ് എഫക്ട്. ഓക്കെ, ഒരു എയർ ഗ്യാപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ we have to consider these 2 factors also, that is leakage flux and fringing effect. And what is leakage flux? What is leakage flux? Leakage flux means the flux which flows through this leakage path, that is called leakage flux. Okay, ഈ ഒരു കേസിൽ എന്താണ്, ഹിയർ ദിസ് മച്ച് പോർഷൻ എന്താണ്, എയർ ഗ്യാപ്പ് ആണ് അല്ലെ. സോ ഈ എയർ ഗ്യാപ്പിൽ കൂടെ ഈ ഫ്ലക്സ്, ഇതൊരു അൺഡിസൈറബിൾ പാത്ത് ആണ് അല്ലെ. നമുക്ക് ശരിക്കും ഈ മാഗ്നറ്റിക് സർക്യൂട്ടിൽ കൂടെ തന്നെയാണ് ഫ്ലക്സ് ഫ്ലോ ചെയ്യേണ്ടത്. ബട്ട് അവിടെ ഒരു കട്ട് വരുന്നുണ്ട്. സോ ആ ഒരു പോർഷനിൽ ദ ഫ്ലക്സ് ഇസ് ഫ്ലോയിങ് ത്രൂ എയർ, ഫ്ലോയിങ് ത്രൂ ദി എയർ. സോ ആ ഒരു പോർഷനിൽ നമുക്ക് ഇവിടെ ഫ്ലോ ചെയ്യുന്ന മൊത്തം എയർ, മൊത്തം ഫ്ലക്സ്, ഈ ഒരു പാർട്ട് ഓക്കെ, ഈ ഒരു കോറിൻ്റെത് ഓക്കെ, ഞാൻ വേറെ ഡ്രോ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ദിസ് ഇസ് എ അയൺ റിംഗ്. ഓക്കെ, ഈ അയൺ റിംഗിന്റെ ഈ ഒരു പോർഷൻസിലാണ് എയർ ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, എയർ ഗ്യാപ്പിന്റെ ഈ ഒരു സെക്ഷൻ വരെ ഈ ഫ്ലക്സ് സ്മൂത്ത് ആയിട്ട് എത്തും. ഓക്കെ, ദെൻ ഇൻ ദിസ് എയർ ഗ്യാപ്പ് ഈ ഫ്ലക്സ് എന്ത് ചെയ്യും, ഇതുപോലെ ബൾക്കായിട്ടാണ് മൂവ് ചെയ്യുക. ഓക്കെ, അവിടെ ഈ ഫ്ലക്സ് എന്ത് ചെയ്യും, എയറിലേക്ക് അങ്ങ് ലീക്ക് ചെയ്ത് പോകും. ഓക്കെ, അങ്ങനെ ലീക്ക് ചെയ്തിട്ട് അൺഡിസൈഡ് പാത്തിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫ്ലക്സിനെയാണ് ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്ലക്സ് അല്ല. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനൊരു റിങ്ങിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു വൈൻഡിങ്സ് ഇതുപോലെ കൊടുക്കുന്നു, ഒരു കറണ്ടായി ഫ്ലോ ചെയ്യിക്കുന്നു. കറണ്ടായി ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ത്രൂ ദിസ് എയർ കോർ ഇതുപോലെ ഫ്ലക്സ് ഇങ്ങനെ മൂവ് ചെയ്യും. ഓക്കെ, ഈ എയർ കോറിൽ അത് നീട്ടായിട്ട് മൂവ് ചെയ്യും. ബട്ട് ത്രൂ ദിസ് എയർ ഓർ ത്രൂ ദിസ് എയർ ഗ്യാപ്പ് ആ ഫ്ലക്സ് എന്ത് ചെയ്യും, മുഴുവനായിട്ട് ഈ എൻഡിൽ വരുന്ന ഫ്ലക്സ് മുഴുവനായിട്ട് നമുക്ക് നെക്സ്റ്റ് എൻഡിലേക്ക് കിട്ടില്ല. സം പോർഷൻ ഓഫ് ഫ്ലക്സ് വിൽ ലീക്ക് ത്രൂ ദിസ് എയർ. ഓക്കെ, കുറച്ചങ്ങ് നമുക്ക് ലീക്ക് ചെയ്ത് പോകും. ഈ എൻഡിൽ എത്തുന്ന മുഴുവൻ ഫ്ലക്സും നമുക്ക് നെക്സ്റ്റ് റിങ്ങിന്റെ ഈ എൻഡിലേക്ക് എത്തില്ല. കുറച്ച് ഫ്ലക്സ് എന്ത് ചെയ്യും, ഇതിൽ കൂടെ ലീക്ക് ചെയ്ത് പോകും. ഇങ്ങനെ ലീക്ക് ചെയ്ത് പോകുന്ന ഫ്ലക്സിനെയാണ് ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, ആ ഫ്ലക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ഫ്രിഞ്ചിങ് എഫക്ട്? ഫ്രിഞ്ചിങ് എഫക്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ത്രൂ ദിസ് എയർ ഗ്യാപ്പ് ഈ ഫ്ലക്സ് എങ്ങനെ മൂവ് ചെയ്യുന്നത് നോക്കിയേ, സ്റ്റഡി ആയിട്ട് പോകുന്നില്ല. അത് ഇതുപോലെ ബൾക്കായിട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് ആ രീതിയിലാണ് ഫ്ലക്സ് മൂവ് ചെയ്യുന്നത്. ഇഫ് ദ area of cross section of the air gap increases or air gap length increases, then fringing effect is more. ലെങ്ത് കൂടുന്നത് അതനുസരിച്ച് ഇതിന്റെ ഫ്രിഞ്ചിങ് എഫക്ട് കൂടി വരും. ഓക്കെ, ഒരു റിങ്ങിന് സ്മോൾ ലെങ്ത് ആണെങ്കിൽ, ഒരു റിങ്ങിന്റെ എയർ ഗ്യാപ്പ് ലെങ്ത് വളരെ സ്മോൾ ആണെങ്കിൽ അവിടെ ചെറിയ ഫ്രിഞ്ചിങ് എഫക്റ്റേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇഫ് അയൺ റിംഗ് ഹാസ് എ വെരി ലാർജ് എയർ ഗ്യാപ്പ്, ദെൻ ഫ്രിഞ്ചിങ് എഫക്ട് ഇൻക്രീസസ്. ഇതുപോലെ ബൾജ് ആയിട്ടാണ്
ഫ്ലക്സ് വരിക. ഇങ്ങനെ ബൾജായി വരുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ ലീക്കേജ് ഫ്ലക്സും കൂടും. ഓക്കെ, അപ്പൊ അതാണ് ഫ്രിഞ്ചിങ് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫ്രിഞ്ചിങ് എഫക്ട്? ഫ്രിഞ്ചിങ് ഹാപ്പൻസ് ഇൻ എയർ ഗ്യാപ്പ്. The useful flux passing across air gap tends to bulge, increasing the effective cross area of the air gap and reducing the flux density in the air gap. That is called a fringing effect. Fringing effect always happen in the air gap. എന്താണ്? The useful flux passing across air gap tends to bulge outwards. So here the cross sectional area of the air gap increases. കണ്ടോ, ഇവിടെ cross sectional area increase ചെയ്യും, or effective area increasing. So that will reduce the flux density in the air gap. Okay. So what is leakage flux and what is fringing effect? Clear ആണോ? Clear ആണോ? What is leakage flux and fringing effect? Hello? Okay. So നിങ്ങൾ ഇത് sometimes they may ask like explain about fringing effect or what is leakage flux, അങ്ങനെ തിയറി പോർഷൻ ചോദിക്കാം. അത് അധികം ചോദിച്ചു കാണുന്നില്ല, എങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു സർക്യൂട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് വരയ്ക്കാം. ഓക്കെ, മാഗ്നറ്റിക് സർക്യൂട്ട് വരച്ചിട്ട് ഇതുപോലെ ലീക്കേജ് ഫ്ലക്സും ഫ്രിഞ്ചിങ് എഫക്റ്റും കാണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്താണ് ലീക്കേജ് ഫ്ലക്സ്, എന്താണ് ഫ്രിഞ്ചിങ് എഫക്റ്റ് എഴുതുക, അത്രമാത്രം മതി. ഓക്കെ, ആൻഡ് ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ ഇവിടെ മാത്രമല്ല, നമ്മൾ ഈ അയൺ റിങ്ങിന് വൗണ്ട് ചെയ്തിട്ട് കോപ്പർ വൈൻഡിങ്സ് ഉണ്ട്, കറണ്ട് ആയി ഫ്ലോ ചെയ്യുന്നു. സോ അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യും. ആ ഫ്ലക്സിൽ മോസ്റ്റ് ഓഫ് ദ പോർഷൻ പാസിംഗ് ത്രൂ ദിസ് കോർ. ഓക്കെ, അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്ലക്സിൽ മോസ്റ്റ് ഓഫ് ദ പോർഷൻ പാസിംഗ് ത്രൂ ദിസ് കോർ, ബട്ട് സം പോർഷൻ ഇതുപോലെ ഇങ്ങനെ എയറിലേക്ക് ലീക്ക് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ഓൾസോ കോൾഡ് ലീക്കേജ് ഫ്ലക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അൺഡിസൈഡ് ആയിട്ടുള്ള പാത്തിൽ കൂടെ ഉണ്ടാകുന്ന ഫ്ലക്സിന്റെ ഫ്ലോനെയാണ് ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ശരിക്കും ആക്ച്വലി വേണ്ടത് ഈ അയൺ കോറിൽ കൂടിയാണ് ഈ ഫ്ലക്സ് ഫ്ലോ ചെയ്യേണ്ടത്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ഫ്ലക്സ് ആ രീതിയിലാണ് ഫ്ലോ ചെയ്യുന്നത്, ബട്ട് സം പോർഷൻ ഓഫ് ദ ഫ്ലക്സ് പാസസ് ത്രൂ ദിസ് undecided path, that may leak into the air. Okay, ഇതുപോലെ ഇങ്ങനെ എയറിലേക്ക് ലീക്ക് ചെയ്യുന്നതിനെയാണ് ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണ്. അപ്പൊ ഇത് എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ചാൽ ന്യൂമറിക്കൽസിൽ നിങ്ങൾക്ക് ചിലപ്പം ചോദിക്കും, എല്ലാ ടേംസും പറഞ്ഞിട്ട് ജസ്റ്റ് കൺസിഡർ ലീക്കേജ് ഫ്ലക്സ് ഓർ കൺസിഡർ ദി ഫ്രിഞ്ചിങ് എഫക്ട്, അല്ലെങ്കിൽ ചിലപ്പം വിത്തൗട്ട് കൺസിഡറിങ് ഫ്രിഞ്ചിങ് എഫക്ട് ആയിരിക്കും ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ന്യൂമറിക്കൽസിന്റെ കേസിൽ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവണം. ഫ്രിഞ്ചിങ് എഫക്ട് ഉണ്ട് എന്നാണെങ്കിൽ വി ഷുഡ് കൺസിഡർ ദാറ്റ് എയർ ഗ്യാപ്പ്. ഓക്കെ, അതില്ലെങ്കിൽ എയർ ഗ്യാപ്പ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ആ ഒരു അയൺ റിങ്ങിൽ കട്ട് ഉണ്ടോന്നോ അങ്ങനെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടോന്നോ പറയണമെന്നില്ല. നമുക്ക് കൺസിഡർ ലീക്കേജ് ഫ്ലക്സ് ഓർ ലീക്കേജ് ഫ്ലക്സ് ആൻഡ് ഫ്രിഞ്ചിങ് എഫക്ട് എന്ന് പറയും, അല്ലെങ്കിൽ നെഗ്ലേറ്റ് ലീക്കേജ് ഫ്ലക്സ് ആൻഡ് ഫ്രിഞ്ചിങ് എഫക്ട് എന്ന് പറയും. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. എന്താ ചെയ്യേണ്ടത്, പിന്നെ ഇതിൽ ഡിഫൈൻ ഓർ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഈ സർക്യൂട്ട് വരയ്ക്കുക, അതിന്റെ പോയിന്റ്സ് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യാൻ 2-3 പോയിന്റ്സ് അത് ഡിഫൈൻ ചെയ്യാം, എന്താണ് ലീക്കേജ് ഫ്ലക്സ് ആൻഡ് വാട്ട് ഈസ് ഫ്രിഞ്ചിങ് എഫക്ട്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ന്യൂമറിക്കൽ നോക്കാം. ആ ന്യൂമറിക്കൽ ഇത് ആവശ്യമുണ്ട്, അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. An iron ring of mean length 50 centimeter has an air gap of 1 mm and a winding of 200 turns. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ അത് എഴുതിയെടുത്തോളൂ. ഓക്കെ, നമുക്ക് ഇപ്പൊ തന്നെ ഇത് ചെയ്യണം. An iron ring of mean length 50 centimeter has an air gap of 1 mm and a winding of 200 turns. If the relative permeability of iron is 300 when the current of 1 ampere flows through the coil, find the flux density. Take permeability of air as 4 pi into 10 raised to minus 7 ampere per meter and neglect leakage, flux and fringing. കണ്ടോ,
ഈ ഒരു ക്വസ്റ്റ്യനിൽ നെഗ്ലക്ട് ലീക്കേജ് ഫ്ലെക്സ് ആൻഡ് ഫ്രിഞ്ചിങ് തന്നു. ന്യൂമറിക്കൽസ് അധികവും തരും. നെഗ്ലക്ട് ആണെങ്കിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ ഒരു എയർ ഗ്യാപ്പ് ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, നോർമലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ചെയ്യാം. ബട്ട് അവിടെ കൺസിഡർ ലീക്കേജ് ഫ്ലെക്സ് ആൻഡ് ഫ്രിഞ്ചിങ് എന്ന് പറയുകയാണെങ്കിൽ വി ഷുഡ് കൺസിഡർ ദാറ്റ് എയർ ഗ്യാപ്പ് ഓൾസോ. സോ നമുക്ക് അവിടെ എൽ ജിയും എ ജിയും ഒക്കെ കൺസിഡർ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എഴുതിയെടുക്കുക. ആൻഡ് ഓൾസോ പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. റോൾ നമ്പർ 1. Present. കണ്ടിന്യൂ ചെയ്തോളൂ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 15, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 60, ഓക്കെ. റോൾ നമ്പർ 39, 62 ആൻഡ് 63. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ടുണ്ടോ? 63 present. Ma'am, 63 present. 62%. ഓക്കെ. ഓക്കെ, റോൾ നമ്പർ 39 ആബ്സെന്റ്. സോ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തില്ലേ? കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ. സോ ഹിയർ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് തന്നിരിക്കുന്നത്? An iron ring of mean length 50 centimeter. ഓക്കെ, അപ്പൊ മീൻ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് L. ദാറ്റ് ഈസ് ഈക്വൽ ടു 50 centimeter. Okay, and has an air gap of 1 mm. Air gap of 1 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. So എന്താണത്? Lg is equal to, so this is, we should take it as L1, 50 centimeter, and Lg is equal to what? That is 1 mm. And a winding of 200 turns. So N is equal to 200 turns. And if the relative permeability of iron, that is mu R1. Okay, relative permeability of iron is 300.
when a current of 1 ampere, so I is equal to 1 ampere, flows through the coil, find the flux density. So we have to find what is B, flux density. Take a permeability of air, that is mu 0 is equal to what? 4 pi into 10 raised to minus 7 ampere per meter. Neglect leakage and fringing. Okay, leakage, flux and fringing neglect ചെയ്യും. So അത് effect നമുക്ക് കൺസിഡർ ചെയ്യണ്ട. അപ്പൊ തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതുപോലെ എടുത്ത് എഴുതുക. ഓക്കെ, ഇത് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, സോ ഇതാ നോക്കി ഗിവൺ ഫോർ അയൺ പോട്ട് L1 ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് 50 സെന്റിമീറ്റർ ആണ് തന്നത്. സോ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 50 into 10 raised to minus 2 meter and mu r1 300, mu 0 constant value and 200, I is equal to 1 ampere and air gap കൺസിഡർ ചെയ്യുകയാണെങ്കിൽ LA is equal to 1 into 10 raised to minus 3 meter because 1 mm ആണ് തന്നത്. mu r1 is equal to 1, അത് നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. റിലേറ്റീവ് പെർമബിലിറ്റി ഓഫ് എയർ തരില്ല ബിക്കോസ് അതിന്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 1 ആണ് നമുക്ക് അറിയാം. ഓക്കെ, ടു ഫൈൻഡ് ബി നമുക്ക് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ ആ ഒരു ഫിഗർ വരയ്ക്കുക. അപ്പൊ ക്വസ്റ്റ്യനിൽ എയർ ഗ്യാപ്പ് പറഞ്ഞത് കൊണ്ട് നമ്മൾ ആ എയർ ഗ്യാപ്പ് ഓൾസോ കൺസിഡർ ചെയ്യണം. ബട്ട് ലീക്കേജ്, ഫ്ലെക്സ് ആൻഡ് ഫ്രിഞ്ചിങ് എഫക്ട് കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഇതുപോലെ എയർ ഗ്യാപ്പ് ഉള്ള ഒരു അയൺ റിംഗ് വരയ്ക്കുക. ദെൻ വൈൻഡിങ്സ് കാണിക്കുക. 1 ampere കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, 200 ടേൺസ് ഉണ്ട്, എയർ ഗ്യാപ്പ് ലെങ്ത് 1 mm ആണ്, മീൻ സർക്കംഫറൻസ് എത്രയാണ് 50 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതുപോലെ പാരാമീറ്റേഴ്സ് എടുത്ത് എഴുതുക, ഇതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ട് വരയ്ക്കാം. ഓക്കെ, ദെൻ ടു ഫൈൻഡ് ബി we have an equation that is total mmf required. In the case of a series connected magnetic circuit, what is the equation for total mmf? എന്തായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. Okay, here. Okay, this is a series magnetic circuit. So there are two sections under path 1 and path 2 under. So here total mmf equation is equal to what? H1 L1 plus H2 L2, where H1 L1 are the parameters of path 1 and H2 L2 are the parameters of path 2. Okay, but in our question path 1 എന്താണ് അയൺ റിംഗ് ആണ്, path 2 എന്താണ് എയർ ഗ്യാപ്പ് ആണ്. ഓക്കെ, അപ്പൊ അത് സീരീസ് കണക്റ്റഡ് മാഗ്നറ്റിക് സർക്യൂട്ട് തന്നെയാണ്. ഒരു മീഡിയം റിംഗ് ആണ്, ഒരു മീഡിയം എയർ ആണ്. ഓക്കെ, സോ mmf is equal to H നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, that is H is equal to what? H is equal to B by mu. So ആ ഒരു ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ instead of H1 we can write B by and mu we can write mu 0 into mu r1. So B by mu 0 into mu r1 into L1 plus B by mu 0 into mu r2 into L2. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അതിൽ ബി മാത്രമേ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുള്ളൂ അല്ലെ. ബാക്കി പാരാമീറ്റേഴ്സ് L1 L2 mu 0 mu r1 and mu r2 ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. So here total mmf required is equal to what? mmf required by iron part plus mmf required by air gap. Okay, ഇവിടെ 2 sections ആണ് വരുന്നത്. ഒന്ന് എയർ ഗ്യാപ്പിന്റെ ഈ സെക്ഷൻ വരുന്നുണ്ട്, പിന്നെ ഒന്ന് ഇവിടെ ഒന്ന് അയൺ റിംഗിന്റെ ഈ സെക്ഷൻ വരുന്നുണ്ട്, ഒന്ന് എയർ ഗ്യാപ്പിന്റെ സെക്ഷൻ വരുന്നുണ്ട്. Okay, so mmf required by iron path plus mmf required by air gap, and what is another equation for mmf, that is n into I. Okay, എന്തിനാ ഇത് യൂസ് ചെയ്യുന്നത്? ബിക്കോസ് നമ്പർ ഓഫ് ടേൺസ് ആൻഡ് കറണ്ട് ഓൾറെഡി ഗിവൺ ആണ്. നമുക്ക് mmf അറിയില്ല. mmf അറിയില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ mmf കണ്ടുപിടിക്കണം. mmf is equal to what? Total mmf is equal to what? That is equal to number of turns into current. Okay, so അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. So ni is equal to h1 l1 plus h2 l2 instead of l2 എന്ത് എടുക്കണം? lg എടുക്കണം. ഓക്കെ, ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പിനെ നമ്മൾ LG അല്ലെങ്കിൽ LA എന്ന് എടുത്താലും മതി. അത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, LA എടുത്താലും മതി, ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് LA. സോ ni is equal to B by mu 0 mu r1 into L1 plus B by mu 0 into mu r1. mu r1 എടുക്കണോ? What is the relative permeability of air gap? That is 1. So mu r1 എടുക്കണ്ട. Okay, so B by mu 0 into LA. എല്ലാ വാല്യൂസും ഗിവൺ ആണ് അല്ലെ. പിന്നെ ഈ ഒരു ഫ്രിഞ്ചിങ് എഫക്ട് നെഗ്ലക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നെഗ്ലക്ട് ലീക്കേജ്, ഫ്ലക്സ് ആൻഡ് ഫ്രിഞ്ചിങ് എഫക്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അതെന്തിനാ തന്നേന്ന് വെച്ചാൽ
ഇപ്പൊ 2 പാത്ത് ഉണ്ട്, ഒന്ന് ത്രൂ അയേൺ പാർട്ട് ആൻഡ് ഒന്ന് ത്രൂ എയർ ആണ്. അപ്പൊ ഈ 2 പാർട്ടിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അയേൺ പാർട്ടിൽ കൂടിയുള്ള ഫ്ലക്സ് ഡെൻസിറ്റി ആയിരിക്കില്ല എയർ ഗ്യാപ്പിൽ ഉണ്ടാകുക. എന്തുകൊണ്ടാണ്? ഫ്രിഞ്ചിങ് എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഇതാണ് ഉണ്ടാകുവാണെങ്കിൽ നോക്കിയേ, ഇതുപോലെ ഇങ്ങനെ ബൾജ് ആയിട്ടാണ് ഫ്ലക്സ് ഫ്ലോ ചെയ്യുക. സോ ഏരിയ ഇൻക്രീസ് ചെയ്യും. സോ ഫ്ലക്സ് ഡെൻസിറ്റി റെഡ്യൂസസ്. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഫ്രിഞ്ചിങ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലക്സ് ബൾജ് ആയിട്ടാണ് ഫ്ലോ ചെയ്യുക. സോ അവിടെ ഫ്ലക്സ് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പൊ നോർമലി ഈ ഒരു അയേൺ കോറിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി ആയിരിക്കില്ല എയർ ഗ്യാപ്പിൽ ഉണ്ടാവുക എപ്പോഴും, വെൻ ഇഫ് യു ആർ കൺസിഡറിങ് ദ ഫ്രിഞ്ചിങ് എഫക്ട്. ഓക്കെ, ബട്ട് ഈ ഫ്രിഞ്ചിങ് എഫക്റ്റ് ആൻഡ് ലീക്കേജ് ഫ്ലക്സ് ഒക്കെ നെഗ്ലക്ട് ചെയ്ത് കളയുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അതിനെ കൺസിഡർ ചെയ്യേണ്ട. ഈ അയേൺ പാർട്ടിലുള്ള അതേ ഫ്ലക്സ് ഡെൻസിറ്റി തന്നെ ആയിരിക്കും എയർ ഗ്യാപ്പിൽ കൂടിയും ഫ്ലക്സ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഐഡിയ, ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്നുമില്ല. എന്താണ്? assume B is same in iron part and air gap as fringing effect is neglected. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്രിഞ്ചിങ് എഫക്ട് നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ബോത്ത് സെക്ഷൻസ്, ഇപ്പൊ 2 പാർട്ട് ഉണ്ടെങ്കിൽ 2 പാർട്ടിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈക്വൽ ആയിരിക്കും. ഓക്കെ, ബട്ട് ഫ്രിഞ്ചിങ് എഫക്ട് കൺസിഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഗ്യാപ്പിലുള്ള ഫ്ലക്സ് ഡെൻസിറ്റി വേരി ചെയ്യും. ഓക്കെ, അതാണ് അതിന്റെ കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യണ്ട, നമുക്ക് ഫ്രിഞ്ചിങ് എഫക്ട് കൺസിഡർ ചെയ്യേണ്ട. സോ നമുക്ക് ബി എന്ന് പറയുന്ന വാല്യൂ രണ്ടിനും സെയിം ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഒന്ന് B1 ഒന്ന് BA ആവും. ഓക്കെ, B1 എന്താണ്? അയൺ പാർട്ടിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി, BA എന്താണ്? എയർ ഗ്യാപ്പിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി. ഓക്കെ, ബട്ട് ഇവിടെ ഫ്രിഞ്ചിങ് എഫക്ട് കൺസിഡർ ചെയ്യേണ്ടതുകൊണ്ട് രണ്ടും ഈക്വൽ ടു B എടുത്താൽ മതി. ഇനി നോക്കിയാൽ ഈ ഇക്വേഷനിൽ അൺനോൺ പാരാമീറ്റർ ആയിട്ട് B മാത്രമേ ഉള്ളൂ. സോ ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുക, ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. And we will get B is equal to 0.094 Weber per meter square or Tesla. This is the value of B. Okay, so simple ആണ്. ആ ഇക്വേഷൻ അറിയാം നമുക്ക്. പിന്നെ എന്താണ് മാഗ്നറ്റിക് സീരീസ് സർക്യൂട്ട് എന്നുള്ള കോൺസെപ്റ്റ്, എന്താണ് എയർ ഗ്യാപ്പ് എന്നുള്ള കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, സോ നിങ്ങളൊരു 5 minutes ബ്രേക്ക് എടുത്തോളൂ. 9:40 തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് അവർ ഞാൻ തന്നെയാണ്.